ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വേടനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് നടപടി. അതേസമയം പരാതിക്കാരി ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയേക്കും. തുടരെയുള്ള ആരോപണങ്ങൾക്കും കേസുകൾക്കും ഒടുവിലാണ് റാപ്പർ വേടൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. യുവ ഡോക്ടർ കൂടിയായ യുവതിയുടെ പരാതിയിൽ വേടന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതി തീരുമാനിച്ചിരിക്കുന്നത്. പീഡനം നടന്നു എന്ന് യുവതി പറയുന്ന 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടങ്ങളിലായതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കണം. പ്രതിയുടെ ചില സുഹൃത്തുക്കൾക്ക് പീഡന വിവരം അറിയാമെന്ന പരാതിക്കാരിയുടെ മൊഴിയും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ അവരെയും വിശദമായി ചോദ്യം ചെയ്യും. വേടൻ ഒഴിവാക്കിയ ശേഷം മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയെന്ന യുവതിയുടെ മൊഴിയിലും അന്വേഷണമുണ്ടാകും. വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ചില വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പരാതിക്കാരി ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയേക്കും. അതിനിടെ പോലീസ് സംരക്ഷണം തേടി യുവതി ഹൈക്കോടതിയെ സമീപിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട വേടൻ യുവതിയുടെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും പറയുന്നു. ന്യൂസ് 18 കൊച്ചി.